Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു തിയറമാണ്. കഴിഞ്ഞ വീഡിയോ പോലെ തന്നെയാണ് ഇന്നത്തെ തിയറം, സൂപ്പർ പൊസിഷൻ തിയറം. ഓക്കെ, ആദ്യം നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം എന്താണെന്ന് നോക്കാം. ഒരു ലീനിയർ ബയലാട്രൽ നെറ്റ്വർക്കിനകത്തൂടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് സോഴ്സുകൾ കടന്നു പോകുമ്പോൾ അതിനകത്ത് പോകുന്ന റെസ്പോൺസ് വോൾട്ടേജ് ഓർ കറണ്ട്, ഞാനിവിടെ കറണ്ടിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് ബ്രാഞ്ചിലായിരിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ആൾജിബ്രിക് സം എന്ന് പറയുന്നത് മറ്റ് ഉള്ളതിനെ ഇതിന് തുല്യമായിരിക്കും. അതായത് നമ്മളെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സുകളുടെ സമ്മായിരിക്കും നമ്മുടെ ടോട്ടൽ സമ്മിനകത്ത് പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. The superposition theorem states that in the linear bilateral network with multiple independent sources, the response, voltage or current, in any branch is the algebraic sum of the responses caused by each sources acting alone, with all other independent sources replaced by their internal resistance. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അതിനെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമ്മളത് എക്സ്പെരിമെന്റൽ സെറ്റപ്പിലേക്ക് പോവാം. കഴിഞ്ഞ ഇതിലെ പോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ വേണ്ടത് 0 to 30 വോൾട്ട് വരെയുള്ള ഒരു പവർ സപ്ലൈ ആണ്. ഒരു 1 ആംപിയറോ 2 ആംപിയറോ ഇതിന്റെ ഒരു പവർ സപ്ലൈ എടുക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് റെസിസ്റ്ററുകളാണ്. നമ്മൾ കഴിഞ്ഞതിനകത്ത് റിയോസ്റ്റാറ്റുകളായിരുന്നെങ്കിൽ ഇവിടെ റെസിസ്റ്ററുകൾ മതി. ഒരു 3 റെസിസ്റ്ററുകൾ, അതിന്റെ വാല്യൂ നമുക്ക് ഡിസൈൻ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഒരു കളർ കോഡും സിമ്പലും എല്ലാം ആ കളർ കോഡ് നോക്കണ്ട, ഒരു വാല്യൂ നമുക്ക് വേണം. അടുത്ത നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മൂവിംഗ് കോയിൽ അമ്മീറ്റർ ആണ്. അത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ട അതേപോലത്തെ ഒരു മീറ്റർ തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ട ഹുക്കപ്പ് വയറാണ്, കണക്ടിങ് വയേഴ്സ്, നമ്മുടെ ഹുക്കപ്പ് വയേഴ്സ് ആണ്. ഓക്കെ, നമുക്കിനി അത് എങ്ങനെയാണ് വയർ ചെയ്യേണ്ടതെന്നും ആദ്യം അത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആ സാധനങ്ങളെല്ലാം പുറകെ എടുക്കുക. ഞാൻ അതിനകത്ത് അമ്മീറ്റർ മാത്രമേ വയ്ക്കാതെ ഉള്ളൂ, അമ്മീറ്റർ ലാസ്റ്റ് വെക്കാം. നമുക്ക് ആദ്യം 2 പവർ സപ്ലൈ, 2 പവർ സോഴ്സുകൾ അപ്പുറം വെക്കുക. 2 റിയോസ്റ്റാറ്റുകൾ, ബ്രെഡ് ബോർഡിലാണെങ്കിൽ 2 റിയോസ്റ്റാറ്റുകൾ ഒരു സീരിയലൈസ് വരുന്ന രീതിയിൽ തന്നെ വെക്കുക. 3ാമത്തെ റിയോസ്റ്റാറ്റ് അവനെ പാരലായിട്ട് വരുന്ന രീതിയിലും ഒരു പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കണക്ടിങ് വയറിംഗ് തുടങ്ങാം. നമ്മള് 2 പവർ സപ്ലൈയുടെയും നെഗറ്റീവുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യുക. അതോടൊപ്പം അത് നമ്മുടെ 3ാമത് വെർട്ടിക്കലായിട്ടിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ ഒരെൻഡിലും കൊണ്ടുപോയി കണക്ട് ചെയ്യുക. അടുത്തത് നമുക്ക് പോസിറ്റീവുകൾ, ഫസ്റ്റ് പവർ സപ്ലൈയുടെ പോസിറ്റീവ് ഫസ്റ്റ് റിയോസ്റ്റാറ്റിലും റെസിസ്റ്റൻസിലും, സെക്കൻഡ് പവർ സപ്ലൈയുടെ പോസിറ്റീവ് സെക്കൻഡ് റെസിസ്റ്റൻസിലും കൊണ്ടുപോയി കണക്ട് ചെയ്യുക. അല്ലെ ഓരോ എൻഡുകളിലായിട്ട് കണക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് 3 ലീഡുകളാണ് ബാക്കിയുള്ളത്. 3 റെസിസ്റ്റൻസുകളുടെയും 3 ലീഡുകൾ ബാക്കിയുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ 2 റെസിസ്റ്ററുകളെയും ഒരു വയർ വെച്ച് തമ്മിൽ ഷോർട്ട് ചെയ്യും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു പവർ സപ്ലൈയിൽ നിന്ന് റെസിസ്റ്റൻസ് വഴി കടന്ന് അടുത്ത റെസിസ്റ്റൻസിലൂടെ സീരീസ് ആയിട്ട് കടന്ന് അടുത്ത പവർ സപ്ലൈയിലേക്ക് എത്തി കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ സപ്ലൈ ഇപ്പോഴും എന്താണ്, ഒരു ഓപ്പൺ സർക്യൂട്ടാണ്. കാരണം 2ന്റെയും നെഗറ്റീവുകൾ തമ്മിൽ ഷോർട്ടായി എന്നുള്ളതല്ലാതെ ഇതൊരിക്കലും ഈ സർക്യൂട്ടിലൂടെ തിരിച്ചു പോകുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ ഒരു അമ്മീറ്റർ, മൂവിംഗ് കോയിൽ അമ്മീറ്റർ, DC അമ്മീറ്റർ ഇവിടെ പ്ലേസ് ചെയ്യുക. ആ പ്ലേസ് ചെയ്യുന്നത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ, ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ സെന്റർ പോയിന്റിലെ ആ 2 റിയോസ്റ്റാറ്റുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ടെർമിനലിൽ നിന്നും കണക്ഷൻ എടുത്ത് അമ്മീറ്ററിന്റെ പോസിറ്റീവിൽ കൊടുത്ത ശേഷം അമ്മീറ്ററിന്റെ നെഗറ്റീവിൽ നിന്നും നമ്മുടെ ന്യൂട്രലിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് പോകുന്ന റെസിസ്റ്റൻസിന്റെ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ പവർ സപ്ലൈ ഓൺ ചെയ്ത് കറക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അമ്മീറ്റർ റീഡ് ചെയ്യും, നമുക്കൊരു റീഡിംഗ് കിട്ടും. ആ റീഡിംഗ് നോട്ട് ചെയ്ത് അതാണ് നമ്മുടെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്, 2 നിലകളിലുള്ള സം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ പവർ സപ്ലൈ കളയുക, എന്നിട്ട് ആ 2 എൻഡും അങ്ങ് ഷോർട്ട് ചെയ്യുക. ആ 2 കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത ശേഷം ആ 2 എൻഡും ഒന്ന് ഷോർട്ട് ചെയ്ത ശേഷം ഇപ്പോഴുള്ള കറണ്ട് നമ്മുടെ I1 എടുക്കുക. നേരത്തെ എടുത്ത I ആണെങ്കിൽ ഇപ്പോൾ I1 എടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2ാമത്തെ പവർ സപ്ലൈ ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ പവർ സപ്ലൈ പഴയതുപോലെ തന്നെ വീണ്ടും കണക്ട് ചെയ്യുക. ഇപ്പോൾ 2ാമത്തെ പവർ സപ്ലൈ നേരത്തെ ചെയ്തതുപോലെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഷോർട്ട് ചെയ്യുക.
ദെൻ ആദ്യത്തെ പവർ സപ്ലൈ ആദ്യത്തെ പോലെ തന്നെ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു കറണ്ട് കിട്ടി നമുക്ക് I2 ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പഴയ സർക്യൂട്ടിൽ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. I1 + I2 ആയിരിക്കണം നമ്മൾ ടോട്ടൽ നമ്മുടെ സം ഓഫ് കറണ്ട് ആയിട്ട് വരുന്നത് നോക്കണം. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ബ്രാഞ്ചിനകത്തുള്ള നമ്മുടെ ആൾജിബ്രിക് സംസ് നമുക്കത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് വേരി ആവുന്നുണ്ടെങ്കിൽ തന്നെ അത് എന്താണ് അതിന്റെ കാരണമെന്ന് ചെക്ക് ചെയ്യുക. വോൾട്ടേജുകൾ വേരി ആവാം, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ എന്തെങ്കിലും എററുകൾ ഉണ്ടാവാം, റെസിസ്റ്റൻസിന്റെ എററുകളാവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കറണ്ട് കിട്ടാതെ വന്നേക്കാം. എങ്കിലും നമുക്ക് ഈ പറയുന്ന ഒരു വാല്യൂ കറക്റ്റായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ പൊസിഷൻ തിയറം പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും ഉപകാരപ്രദമായി എന്നും കരുതിക്കൊള്ളട്ടെ. അടുത്ത ഒരു വീഡിയോ എത്തുന്നത് വരെ കാത്തിരിക്കുക. അതുവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.